സച്ചിയോട് രേവതി, നിങ്ങളുടെ ഏട്ടന് വേണ്ടി അമ്മ ഏതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആ പെണ്ണിന്ന് വീട്ടിലേക്ക് വന്നു. കല്യാണത്തിന് ഓക്കെ പറഞ്ഞു. അവൾ എന്നെ കണ്ട ഉടനെ വീട്ടുവേലക്കാരി എന്നാ വിളിച്ചത്. അങ്ങനെ രേവതി സച്ചിയോട് പറയുകയാണ്. ശരി, ആ പെണ്ണ് കാണാൻ എങ്ങനെയുണ്ട്? അങ്ങനെ സച്ചി ചോദിക്കുമ്പോ, എന്നെ ഒരുത്തി വേലക്കാരി എന്ന് വിളിച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അതിന് ഞാൻ എന്തു പറയാനാണ്? ആ പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അവളോട് പോയി ചോദിക്കണം. ഇതൊക്കെ ഒരു വിഷയാണോ? ആദ്യം ആ പെണ്ണെങ്ങനെയുണ്ടെന്ന് പറയ്. അങ്ങനെ സച്ചി ആവശ്യപ്പെടുകയാണ്. എന്നോട് എന്തിനാ നിങ്ങളത് ചോദിക്കുന്നേ? കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ, അയാളോട് പോയി ചോദിക്ക് എന്നു പറഞ്ഞ് രേവതി നടക്കുകയാണ്. ഒന്ന് നിൽക്ക്, ആ പെണ്ണ് പിങ്ക് കളർ സാരിയാണോ ഉടുത്തത്? മുടി ഫുള്ള് ഫ്രീ ആയിട്ടിരുന്നോ? അങ്ങനെ സച്ചി ചോദിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് എങ്ങനെ അറിയും? നിങ്ങൾ അവളെ മുൻപ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ രേവതി ചോദിക്കുമ്പോ, ഇല്ല, ഇന്ന് ഞാൻ സവാരിക്ക് പോയപ്പോ സുധി ഒരു പെണ്ണിനൊപ്പം കറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. ആ പെണ്ണ് ഇവള് തന്നെയായിരിക്കും എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുവാണ്. എനിക്ക് ആ പെണ്ണ് സംസാരിച്ച കാര്യങ്ങളൊന്നും ശരിയായിട്ട് തോന്നിയിട്ടില്ല. അച്ഛൻ മലേഷ്യയിലാണ്, അമ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞതില് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്നൊക്കെ രേവതി പറയുകയാണ്. ഈ സുധി തന്നെ ഒരു വട്ടുപയ്യനാണ്, പിന്നെ അവനെങ്ങനെ ഒരു നല്ല പെണ്ണിനെ കിട്ടാനാണ്? അങ്ങനെ സച്ചി ചോദിക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും ആ വീട്ടിലേക്ക് എത്തുകയാണ്. അമ്മയുടെ മുഖത്ത് നോക്കി സച്ചി പറയുന്നുണ്ട്, സുധി കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ പണം കിട്ടിയിരിക്കണം. ആ സമയത്ത് സച്ചിയുടെ അനിയന്റെ കോൾ വരികയാണ്. പഠിപ്പൊക്കെ കഴിഞ്ഞ് നാളെ തന്നെ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നവൻ പറഞ്ഞത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. 55 ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിലേ സുധിയുടെ കല്യാണം നടക്കില്ല, ഞാനത് മുടക്കിയിരിക്കും. അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് അമ്മയാകെ ടെൻഷനാവുന്നുണ്ട്. രാത്രി സച്ചിക്ക് വേണ്ടി ആഹാരം എടുത്തു കൊടുക്കുകയാണ് രേവതി. അച്ഛൻ ഉറങ്ങിയോ എന്ന് സച്ചി ചോദിച്ചപ്പോ രേവതി ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. നിനക്കിത് എന്തു പറ്റി? ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? എന്താ നിന്റെ സ്പീക്കർ കേടായോ എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടത്? അച്ഛൻ ഉറങ്ങിയോ എന്ന് അച്ഛനോട് പോയി ചോദിക്ക്, എന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കണ്ട. അങ്ങനെ രേവതി അതിന് മറുപടി നൽകുന്നുണ്ട്. എന്തു പറ്റി നിനക്ക്? പച്ചമുളക് വല്ലതും കടിച്ചോ നീ? നിന്റെ ഉണ്ടക്കണ്ണുരുട്ടി എന്നെ ഇങ്ങനെ നോക്കാതെ, അതിന് ഞാൻ എന്ത് ചെയ്തു നിന്നോട് എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന്. ഇനി മുതലേ അത് റെക്കോർഡ് ചെയ്തു വച്ചേക്ക്. രാവിലെ അമ്പലത്തിലൊക്കെ പാട്ട് വെക്കാറില്ലേ, അതുപോലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ അത് കേട്ടോളാം. പാവം, ദിവസവും ഇത് പറഞ്ഞ് നിങ്ങളുടെ വായ വേദനിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതി കളിയാക്കുകയാണ്. അവൻ പണം തരാതെ കല്യാണം കഴിക്കാൻ പോകുന്നതറിഞ്ഞ് ഞാൻ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞതാണിത്. അങ്ങനെ സച്ചി പറയുമ്പോ, ഇനി മേലില് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയുടെ നേർക്ക് വരികയാണ്. നീ എന്തു ചെയ്യൂ എന്നെ? അങ്ങനെ സച്ചി ചോദിച്ചപ്പോ രേവതി കയ്യിലുള്ള പാത്രം എടുത്ത് സച്ചി അടിക്കാൻ പോകുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എന്താ, നീ എന്നെ അടിക്കോ? അങ്ങനെ സച്ചി ചോദിക്കുമ്പോ രേവതി ആ പാത്രം ഇവിടെ വെച്ച് കിച്ചണിലേക്ക് പോവുകയാണ്. ഇവൾക്ക് വട്ടായോ? രേവതി, നിന്റെ സൗണ്ട് കുറച്ച് കൂടുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി സ്വയം ആഹാരം എടുത്ത് കഴിക്കുകയാണ്. അത് കണ്ട് രേവതി കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും ശബ്ദമുണ്ടാക്കരുതെന്ന് സച്ചി വിളിച്ചു പറയുമ്പോ രേവതി വീണ്ടും പാത്രങ്ങൾ വലിച്ചെറിഞ്ഞ് കൂടുതൽ ശബ്ദമുണ്ടാക്കുകയാണ്. നിന്റെ ദേഷ്യം എന്തിനാ പാത്രങ്ങളോട് തീർക്കുന്നേ? എന്നോടല്ല നിന്റെ ദേഷ്യം എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി.